ഹേ ഓൾ ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ ഞാൻ ആകെ ഒരു ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ കുറേ ആലോചിച്ച്. അപ്പോഴാണ് ഞാൻ എന്ത് സങ്കടം വന്നാലും എന്ത് സന്തോഷം വന്നാലും എൻ്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പോൾ പുള്ളിയോട് ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണേ ഇന്ന് അതെനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും അതിൽ നിന്ന് എങ്ങനെ സന്തോഷം കണ്ടെത്താം, നമുക്ക് ലൈഫിൽ എങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാമെന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതിന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഈ സൗഭാഗ്യങ്ങൾ, നമുക്ക് ചെറുതായാലും വലുതായാലും നമുക്ക് എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് സന്തോഷിക്കുക. അല്ലാതെ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് വിഷമിക്കുകയോ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയോ ചെയ്തിരുന്നിരിക്കുന്നതിലും നല്ലത് ഉള്ള സൗഭാഗ്യങ്ങൾ, ഇപ്പോൾ ഉള്ള സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്നാണ് എനിക്ക് കിട്ടിയ ആ ഒരു ഉപദേശം കേട്ടോ. ഹെൽത്തി ആയിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കുക. നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായിരുന്നാലും നമ്മുടെ ഹെൽത്തും അതേപോലെ പോസിറ്റീവായി തന്നെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവാക്കി മാറ്റിയിട്ട് ആ പോസിറ്റീവിൽ ജീവിക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരിക്കലും പോസിറ്റീവായിരിക്കാൻ പറ്റില്ല. ആ പോസിറ്റിവിറ്റി നമുക്ക് ആരിലേക്കും പകർന്നു കൊടുക്കാനും പറ്റില്ല, ഫുള്ള് നെഗറ്റീവ് ആകും. പിന്നെ എപ്പോഴും മുഖത്തൊരു ചിരി, ചെറിയൊരു ചിരി എപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നമ്മളെ കാണുന്നവർക്കും നമ്മളെ അടുത്തറിയുന്നവർക്കും എപ്പോഴും നമ്മളൊരു നല്ലൊരാളായിരിക്കും. മോർ ഓവർ കമ്പയർ ചെയ്യാതിരിക്കുക. നമ്മൾ മറ്റുള്ളവരെ വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യാതിരിക്കുക. എല്ലാവരും വ്യത്യസ്തരാണ് അല്ലേ. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾ ഉണ്ടാവണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെപ്പോലെ ഒരാൾ ഉണ്ടാവത്തേ ഇല്ല, അത് ഞാനാണ്. ഞാനല്ലാതെ വേറൊരാൾ എന്നെപ്പോലെ ആയാൽ ഞാനും അയാളും ഒരേപോലെ ആവില്ലേ. അങ്ങനെ ഉണ്ടായിട്ടൊരു കാര്യമില്ല ഈ ലോകത്തിന്. അപ്പോൾ മറ്റുള്ളവരെ വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യുക. നമ്മളാണ്, നമ്മളായി യുണീക്കായിരിക്കുക. അതാണ് ഏറ്റവും വേണ്ടത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ തോട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.